നിങ്ങൾക്ക് അവലംബിക്കാവുന്നതാണ്. ഡാറ്റ എൻട്രി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അവിടെ നോർമൽ എന്ന് പറഞ്ഞൊരു ഐക്കൺ കാണാം. ഈ നിങ്ങൾ ചെയ്ത ഡാറ്റയുടെ നോർമൽ വ്യൂ, യഥാർത്ഥ ദൃശ്യം കാണണമെങ്കിൽ നോർമലിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ബുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് മുകളിൽ എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. ഈ ബുക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബിബ്ലിയോ എഡിറ്റ് ചെയ്യാം, ഐറ്റം എഡിറ്റ് ചെയ്യാം. നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ വ്യൂ കാണാം. നോർമൽ വ്യൂ കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഓരോ ഡോക്യുമെൻ്റെയും നേരെ എഡിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. ആ എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഐറ്റം എഡിറ്റ് ചെയ്യാം, വേറൊരു ഐറ്റം ആഡ് ചെയ്യാം. അതുപോലെ തന്നെ മുകളിലായിട്ട് എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ എഡിറ്റ് ബിബ്ലിയോ എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. അത് സെലക്ട് ചെയ്താൽ നിങ്ങളുടെ ബിബ്ലിയോ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മുടെ ലൈബ്രറിയിലേക്ക് അംഗങ്ങളെ എങ്ങനെ ആഡ് ചെയ്യാം എന്നതാണ്. നമ്മുടെ ലൈബ്രറിയിൽ അംഗങ്ങൾ അനിവാര്യമാണ്. അപ്പോൾ ആ അംഗങ്ങളുടെ എങ്ങനെ ആഡ് ചെയ്യാം, അവിടെ മാനേജ്മെൻറ്റ് എന്താണെന്ന് അടുത്ത സെക്ഷനിൽ പറയുന്നത്. ഇതിൽ ഹോം പേജിലേക്ക് പോയി കഴിഞ്ഞാൽ മെയിൻ പേജിൽ തന്നെ അംഗങ്ങൾ അല്ലെങ്കിൽ പാട്രൺസ് യൂസേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഐക്കൺ കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാറ്റേൺ, അതായത് യൂസറുടെ നമ്മുടെ അംഗത്തെ ആഡ് ചെയ്യുന്ന ഫീൽഡിലെത്താം. ഇവിടെ ഓരോ ലൈബ്രറിയിലും പല ടൈപ്പ് മെമ്പേഴ്സ് ഉണ്ട്. അതായത് എ ക്ലാസ് മെമ്പർ, സി ക്ലാസ് മെമ്പർ, ലൈഫ് മെമ്പർ, അങ്ങനെ പലതരത്തിലുള്ള മെമ്പർ നമ്മുടെ ലൈബ്രറിയിൽ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ മെമ്പർ ഏത് ക്ലാസ്സിൽ വരുന്നതാണ് എന്ന് ആദ്യം തീരുമാനിക്കുകയും അദ്ദേഹത്തെ ആ ക്ലാസ്സിലേക്ക് എൻ്റർ ചെയ്യുകയും വേണം. ഇവിടെ ന്യൂ പാറ്റേൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭ്യമായ കാറ്റഗറികളൊക്കെ ഇവിടെ ഉണ്ടാകും. ഒന്ന് എ ക്ലാസ് മെമ്പർ, ബി ക്ലാസ് മെമ്പർ, ലൈഫ് ലോങ് മെമ്പർ, ഓർഡിനറി മെമ്പർ. ഇപ്പോൾ നമ്മളൊരു ഓർഡിനറി മെമ്പറെ എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഓർഡിനറി മെമ്പറെ ക്രിയേറ്റ് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ഇവിടെയും റെഡ് അക്ഷരത്തിൽ കാണുന്ന മാൻഡേറ്ററി ആണ്. അവിടെ നിങ്ങൾ എന്തെങ്കിലും വാല്യൂ എൻ്റർ ചെയ്യണം. ഇവിടെ യൂസർ നെയിമാണ്. യൂസർ നെയിം, ഫസ്റ്റ് നെയിം അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. യൂസർ നെയിമിൽ നിങ്ങളുടെ മെമ്പറുടെ പേര് എങ്ങനെയാണോ അത് അതുപോലെ ടൈപ്പ് ചെയ്യുക. ദെൻ അദ്ദേഹത്തിൻ്റെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ്, ഫോൺ നമ്പർ, ഇമെയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇമെയിലുള്ള ആളാണെങ്കിൽ ഇമെയിലും എൻ്റർ ചെയ്യണം. ദെൻ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാർഡ് നമ്പർ എന്ന് കാണാം. കാർഡ് നമ്പർ എന്ന് പറയുന്നത് അംഗത്വ നമ്പറാണ്. ഒരു മെമ്പറെ നിങ്ങൾ ലൈബ്രറിയിൽ ആഡ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിനൊരു മെമ്പർഷിപ്പ് നമ്പർ കൊടുക്കും. അതാണ് അംഗത്വ നമ്പർ. അതാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. അംഗത്വ നമ്പർ എൻ്റർ ചെയ്ത് അദ്ദേഹത്തിൻ്റെ മെമ്പർഷിപ്പ് പേജ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യും. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു ഫോട്ടോയ്ക്ക് സ്പേസ് ഉണ്ട്. നമുക്ക് ഓരോ മെമ്പറിൻ്റെയും, നമ്മൾ സാധാരണ ഒരു മെമ്പറെ നമ്മുടെ ലൈബ്രറിയിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഒരു ഫോം കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വാങ്ങി അതിൽ പേസ്റ്റ് ചെയ്യുകയും സൂക്ഷിക്കുകയും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഒരു സോഫ്റ്റ് കോപ്പി വാങ്ങി നമുക്കിവിടെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ ചൂസ് ഫയൽ എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. അവിടെ ചൂസ് ചെയ്ത് ആ യൂസറുടെ ഫയൽ എവിടെയാണോ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് സെലക്ട് ചെയ്ത് നമുക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോ അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. ഇവിടെ ഈ യൂസർക്ക്, ഓരോ യൂസർക്കും നമുക്ക് പാസ്വേഡ് കൊടുക്കാം. അതുപോലെ തന്നെ പാരാമീറ്റർ സെറ്റ് ചെയ്യാം. അദ്ദേഹത്തെ ഈ ഇവിടെ എഡിറ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യാം, സെർച്ച് ചെയ്യാം. എല്ലാ ഓപ്ഷനും ഇതിനകത്തുണ്ട്. യൂസർ മാനേജ്മെൻറ്റിൽ പോയിട്ട് നമുക്കൊരു യൂസർ എഡിറ്റ് ചെയ്യാനും അദ്ദേഹത്തിന് പാസ്വേഡ് സെറ്റ് ചെയ്യാനും അദ്ദേഹത്തിൻ്റെ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒബാക്കക്കൂടെ കയറി അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് വ്യൂ ചെയ്യാനുള്ള എല്ലാ പെർമിഷനും നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതായി നമ്മുടെ ലൈബ്രറി ഒരു പരമപ്രധാനമായ പ്രക്രിയ എന്ന് പറയുന്നത് അംഗങ്ങൾക്ക് പുസ്തകം വിതരണം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടു, കാറ്റലോഗ് ചെയ്തു, പാറ്റേൺ ആഡ് ചെയ്തു. അടുത്തതായിട്ട് നമുക്ക് ബുക്ക് വിതരണം, സർക്കുലേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. മെയിൻ പേജ് പോയി കഴിഞ്ഞാൽ ആദ്യം തന്നെ സർക്കുലേഷൻ എന്ന് പറഞ്ഞൊരു ഐക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു വിൻഡോ കിട്ടും. അവിടെ മുകളിൽ തന്നെ കാണാം സെർച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ. നിങ്ങൾ ഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന യൂസറുടെ ആദ്യത്തെ 3 ലെറ്റർ അടിച്ചാൽ തന്നെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ അടിയിൽ വന്നിരിക്കും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ യൂസറെ ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ട്, ഫോട്ടോ ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ബുക്ക് ഇഷ്യൂ ചെയ്യാനുള്ള ഫീൽഡ് വരും.
ചെക്കൗട്ട് ടു ടോംസ് എന്ന് കാണാം നിങ്ങൾക്ക്. അതിൻ്റെ അടിയിൽ എൻ്റർ ഐറ്റം ബാർകോഡ് പുസ്തകത്തിൽ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ സ്കാൻ ചെയ്താൽ മതി. അതല്ലെങ്കിൽ നിങ്ങൾ ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ബാർകോഡ്, അതായത് ആക്സസ് നമ്പർ, രജിസ്റ്റർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുക. ദെൻ ചെക്കൗട്ട് എന്ന് പറഞ്ഞ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ആ മെമ്പർക്ക് നമുക്ക് ബുക്ക് ഇഷ്യൂ ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മളിപ്പോൾ ഒരു യൂസർക്ക് ബുക്ക് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഈ കമ്പ്യൂട്ടറൈസ് ചെയ്യുന്നതിൻ്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഓരോ ബുക്കിൻ്റെയും സ്റ്റാറ്റസ്, അതായത് ബുക്കിൻ്റെ അവൈലബിലിറ്റിയാണ് നമുക്കറിയാൻ സാധിക്കും. നമുക്ക് അഡ്വാൻസ് സെർച്ച് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമ്മുടെ ലൈബ്രറികളിലുള്ള ബുക്കുകൾ ഏതൊക്കെയാണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാം. അങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് വരുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ബുക്ക് അവൈലബിൾ ആണെങ്കിൽ അവൈലബിൾ ആണെന്നും ബുക്ക് ആർക്കെങ്കിലും ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെക്കൗട്ട് എന്നും അത് എന്ന് തിരിച്ചു വരുമെന്നും നമുക്ക് അറിയാൻ പറ്റും. കോഹയ്ക്ക് 2 ഇൻ്റർഫേസ് ആണുള്ളത്. ഒന്ന് ലൈബ്രറി ഇൻ്റർഫേസും 2 യൂസർ ഇൻ്റർഫേസും. യൂസർ ഇൻ്റർഫേസ്